ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പനീർ. ആ പനീറിൽ നിന്ന് ഞാൻ ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കിയാണ് വീഡിയോ കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു രസഗുളയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ പനീർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. 1 മുതൽ 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മാക്സിമം എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനതിനെ ഒരു സ്മൂത്ത് ഡൗ ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലിൽ നിന്നാണ് 100 ഗ്രാം പനീർ എനിക്ക് കിട്ടിയത്. ആ പനീറിൽ നിന്ന് എനിക്കൊരു 10 മുതൽ 12 വരെയുള്ള ബോൾസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഇതിനായിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 കപ്പ് വെള്ളത്തിന് ഞാനിവിടെ 1 മുതൽ 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അവരവരുടെ മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി പഞ്ചസാര വെള്ളത്തിൽ അലിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് കലക്കി കൊടുക്കാം. ഇനി ഈ പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക ഞാനിവിടെ തൊലി കളഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഫ്ലേവർ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ റോസ് മിൽക്കിൻ്റെ കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. 1 to 2 ഡ്രോപ്സ് ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കളർ ആഡ് ചെയ്തത്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് കുഴയ്ക്കുമ്പോഴും 1-2 തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് കളർ യൂസ് ചെയ്തില്ല. ജസ്റ്റ് ആ വെള്ളത്തിലോട്ടാണ് കളർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പഞ്ചസാര പാനിയൊക്കെ ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിൽ വേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒറ്റനൂൽ പരുവമാണ്. അത് ഏകദേശം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ മാവ് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം ആ മാവൊന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഞാനൊരു 5 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു, ബാക്കി ഭാഗവും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ രസഗുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോഴേ ആ രസഗുള്ളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള രസഗുള്ള ഞാനിവിടെ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ കൂടി വെച്ചു ഒരു 15 മിനിറ്റ്. അപ്പോഴേക്ക് പഞ്ചസാര പാനിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ രസഗുള്ളയും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എപ്പിസോഡിൽ ചെയ്ത ഹോം മെയ്ഡ് പനീറും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നമ്മൾ പാല് പിരിയുന്നതൊന്നും ഇനി വെറുതെ കളയണ്ട. പനീറും ഉണ്ടാക്കി, അതുപോലെ തന്നെ അതിൽ നിന്നും ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു രസഗുള നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോവുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.